ഒട്ടും വിവരമില്ലാത്ത ചില ആൺകുട്ടികളും പുരുഷന്മാരുമൊക്കെ ഇപ്പോഴും ഈ 2025-ലും നമുക്കിടയിലുണ്ട്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇവർ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുമുണ്ടാകും. ഇപ്പോഴും ഇന്ത്യയിൽ പൊതുവായ ബോധമല്ല എന്നത് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ വനിതാ ദിനത്തിൽ ഞാൻ പറയുന്നത്. ഇത് പെണ്ണുങ്ങൾക്കുള്ളതല്ല, ആൺകുട്ടികളും പുരുഷന്മാരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു ലളിതമായ നിയമമാണ് ഞാൻ പറയാൻ പോകുന്നത്. ടോയ്ലറ്റ് സീറ്റ് താഴെയാണെങ്കിൽ അതിന്മേൽ നിങ്ങൾ ദയവായി മൂത്രമൊഴിക്കരുത്. ആദ്യം സീറ്റ് ഉയർത്തുക, നിങ്ങളുടെ പ്രവൃത്തി പൂർത്തിയാക്കുക, പിന്നെ ആ സീറ്റ് പഴയതുപോലെ തിരികെ വയ്ക്കുക. ഒടുവിൽ എന്തെങ്കിലും തുള്ളികൾ ആ സീറ്റിലോ സീറ്റിന്റെ ഭാഗത്ത് എവിടെയെങ്കിലുമോ വീണിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് റോളോ വെള്ളമോ ഉപയോഗിച്ച് വൃത്തിയാക്കുക. ദയവായി നിങ്ങൾ ടോയ്ലറ്റ് വിട്ട് പുറത്തു പോകുന്നതിന് മുൻപ് ശുചിത്വം പാലിക്കുക. നിങ്ങൾക്ക് നിന്ന് മൂത്രമൊഴിക്കുവാനുള്ള സൗകര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ശേഷം ആ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ അതിനു മുകളിൽ ഇരുന്ന് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതിനാൽ ഇതൊരു ചെറിയ പ്രവർത്തനം മാത്രമല്ല എന്നത് തിരിച്ചറിയുക. ശുചിത്വം മാന്യതയുടെയും പരിഗണനയുടെയും ഒക്കെ പ്രതിഫലനമാണ് എന്നതുകൂടി ഓർക്കുക. ഒരു ശുചിയായ കരുതലുള്ള പരിസരം നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ഭാര്യ, മകൾ, കാമുകി, കൂട്ടുകാരി, സഹപ്രവർത്തക, ഇനി ഇവർ ആരുമല്ല, യാതൊരു വിധത്തിലുമുള്ള ബന്ധമില്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ പോലും അവർക്ക് ആരോഗ്യകരവും ആശ്വാസകരവുമായ അനുഭവമായിരിക്കും ഇതിലൂടെ ലഭിക്കുക. ഇതൊരു ചെറിയ കാര്യമാണ്, പക്ഷെ നല്ല ശീലത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ വലിയ പ്രതിഫലനം കൂടിയാകും ഇത്. ഇനി മുതൽ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇതുകൂടിയൊന്ന് ഓർത്താൽ നന്നായിരിക്കും.